വെൽക്കം ടു ആർജെ വെനിസ്റ്റ്. എൻ്റെ പേര് ജയലക്ഷ്മി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാട്ട് വന്ന് വാഴ 2 എന്ന ഫിലിമിൽ നിന്നും തമ്മിൽ പിണങ്ങിപ്പോകലേ എന്നുള്ള സോങ്ങിൻ്റെയാണ്. ഈ സോങ് വന്ന് സി ഷാർപ്പിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. സോ ഇത് ഒരു ഹൈ പിച്ച് സോങ് ആയതുകൊണ്ട് ഭയങ്കര ഹൈയിലാണ് പാടുന്നത്. നമ്മൾ വന്ന് അത്രയും ഹൈയിൽ പാടുമ്പോൾ ഇവിടെ പാസ് സ്ട്രിങ്ങിൽ മേൽ പോർഷനിലാണ് മാക്സിമം ഇത് വരുന്നത്. അതുകൊണ്ട് ഒരുപാട് ബിഗിനേഴ്സിന് കൺഫ്യൂഷൻ ആയിരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ മേളിലോട്ട് വായിക്കാൻ എങ്ങനെയാണ് ഫിംഗറിങ് പൊസിഷൻ എന്നൊക്കെ. അതുകൊണ്ട് അതും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ബേസ് വെച്ചിട്ട്, അതായത് സെക്കൻഡ് സ്ട്രിങ്ങും തേർഡ് സ്ട്രിങ്ങിലും വെച്ചിട്ട് ആ ഒരു സോങ് എങ്ങനെ വായിക്കാമെന്ന് നമുക്ക് ഈസി ആയിട്ടൊന്ന് പഠിച്ചിട്ട് അതിൻ്റെ സ്വരസ്ഥാനങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് അതിൻ്റെ ഹൈ പിച്ച് പോർഷൻ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആവുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ടീച്ച് ചെയ്യാൻ പോകുന്നത്. കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടിപ്പിറന്നവനല്ലേ, ഹൃദയം മുറിയും അഴലിൽ വെന്താലും മകനേ പുറമേ കരയല്ലേതാളും. അപ്പോൾ ഞാനിത് ബേസിലാണ് പാടിയിരിക്കുന്നത്. നല്ല ഹൈ പിച്ച് സോങ് ആണ്. സോ ബേസിൽ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. മാമ ഗമരി ഗസരി രെ നീ പനി സഗ ഗഗ ഗരി ഗസരി നിസാ. ഞാൻ ഫ്ലാറ്റ് നോട്ട്സ് ആണ് വായിച്ചിരിക്കുന്നത്. അത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. സെക്കൻഡ് ലൈൻ മാമ മഗ മരി ഗ സരി രി നീ രി പ മഗ ഗ ഗ ഗ രി ഗ സരി നി സാ. ഇതിലെ സ്വരസ്ഥാനം എല്ലാം സാ രി 2 വരും, പിന്നെ ഗ 3 ആൻഡ് മാ 1. നെക്സ്റ്റ് നീ സാ വരും. ഇതാണ് എൻ്റെ സ്വരസ്ഥാനങ്ങൾ. ഇത് ഞാൻ ഫ്ലാറ്റ് ആയിട്ടാണ്. ഇനി അതിൻ്റെ ഗമകം നോക്കിക്കോണം. സോ റീയിൽ നിന്നാണ് സ്ലൈഡ് ചെയ്ത് മായിലോട്ട് പോകേണ്ടത്. അങ്ങനെയാണ് വായിക്കേണ്ടത് ഒറ്റ ബോയില്. സരി വന്ന തേർഡ് സ്ട്രിങ്ങിലാണ് വായിക്കേണ്ടത് കേട്ടോ. രീ എന്ന് പറയുമ്പോൾ കുറച്ചിങ്ങനെ രീ 1 വന്നിട്ട് തിരിച്ച് രീ 2 പോകണം. നീയിലോട്ട് വന്നു, തിരിച്ച് അവിടുന്ന് ഈ കൈ താഴോട്ട് വെച്ചുകൊണ്ട് പായിലോട്ട് നീയിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇത് ഇത്രയും തേർഡ് സ്ട്രിങ്ങിലാണ് വായിച്ചത്. ഓക്കെ. നെക്സ്റ്റ് അതും റീയിൽ നിന്നാണ് ഗായിലോട്ട് സ്ലൈഡ് ചെയ്യുന്നത്. സോ സാ എന്ന് പറയുമ്പോൾ ഈ റീയിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് സൈഡിലോട്ട് പോണേ. സാരി അങ്ങനെയാണ്. സരി ഫസ്റ്റ്
സെക്കൻഡ് മാ 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 ഗ ഗ സരി സരി രി. ഓക്കെ, നീ രി പാ മാ ഗ. സോ പാ മാ ഗ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ഹൃദയം മുറിയും അഴലിൽ വെന്താലും. നമ്മൾ ആദ്യം പഠിച്ച അതേ ഗമകം തന്നെ. സരി രീരിണി അതായത് ഗായിൽ നിന്ന് റീൽ വന്ന് തിരിച്ച് ഗായിലോട്ട് സ്ലൈഡ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. നീ സരി ഇതെങ്ങനെയാ, അല്ലെങ്കിൽ ഇങ്ങനെ വായിച്ചാലും മതി, ഇങ്ങനെ വായിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വെന്ത അഴലിൽ വെന്താലും. പാമാ മാപമാഗ നി സരി നി നി സരി ഗ നി സരി പാമാഗ. ഈ ഫിംഗർ പായിൽ പോയിട്ട് പാ പാമാ മാപമാ. അതൊറ്റ ബോയിൽ വായിക്കണം. മാപമാഗ. മായിൽ നിന്ന് താഴോട്ട് ഗായാണല്ലോ, അപ്പോൾ ഗായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ലൈൻ ni sa ri ga ga ri sa. Ga ga ri sa ri ga ga ri sa ga ri ga ni sa ri pa ma ma ga ma 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 ga ma ri ga sa ri ri ni pa ni sa ga 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 ri ga sa ri ni sa. ni ri pa ma ga 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 ri ga sa ri ni sa. ma 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 ga ri ga sa ri ri pa ma ga രണ്ടാമത് വരുന്ന സംഗതി വരുമ്പം നെക്സ്റ്റ് ഇതിൽ ഹൈ പിച്ചാണ്. അങ്ങനെ
അത്രയും ഹൈയിലാണ് ആ പാട്ട് പാടുന്നത്. അപ്പോൾ നമ്മൾ പാ സ്ട്രിങ്ങിൽ ഇതിലാദ്യം ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ നോക്കണം. അപ്പം ഇത് എന്നാണ്. അപ്പം ഈ ഇങ്ങനെയും ഒരു പ്രയോഗമുണ്ട്. എന്ന് പറയുമ്പം ഇങ്ങനെ ഉണ്ട്. അപ്പം നെക്സ്റ്റ് റീ 2 ആണ്. റീ 2. നെക്സ്റ്റ് ഗ എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടു മേളിലാണ്. നിങ്ങളിവിടെ വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ സ്ഥാനം കിട്ടും. ഈ പോർഷൻ്റെ തൊട്ടു മേളിലാണ് ഗ വരുന്നത്, ഗ3. നെക്സ്റ്റ് അതിൻ്റെ കൂടെ ചേർന്ന് മാ മാ അത് പാ പാ. അപ്പോൾ നീ സരി ഗമ. ഓക്കെ. സനി സനി സാ റീയുടെ വിരൽ തന്നെയാണ് ഗായ്ക്കും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്ത ഫിംഗറാണ് മായ്ക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മളെങ്ങനെ മായിലോട്ടാണ് പോകുന്നത്. അപ്പം റീയിൽ നിന്നാണ് മായിലോട്ട് എടുക്കേണ്ടത്. അപ്പം ഇതാണ് റീയുടെ ഫിംഗർ. ഗമ നമ്മൾ അവിടെ വായിച്ച അതേ തന്നെയാണ്. ഗമ. അപ്പോൾ ഈ മായിന്ന് ഗായുടെ ഫിംഗറാണ് റീയിലോട്ട് വരുന്നത്. വീണ്ടും മായുടെ ഫിംഗർ ഗായിലോട്ട് വരും. ഈ മായിൽ നിന്നാണ് റീയിലോട്ട് ഗമം കൊണ്ടുപോകേണ്ടത്. ഓക്കെ. ഇങ്ങനൊരു പ്രയോഗം ചെറുതായിട്ടൊന്ന് സ്ലൈഡ് ചെയ്താൽ മതി. അവിടുന്ന് നീപ്പ നീസ ഗ. ഓക്കെ. മാമ നിസഗ. നെക്സ്റ്റ് വന്ന് അതായത് റീയിൽ നിന്ന് ഈ ഫിംഗർ ഗായിലോട്ട് പ്രയോഗിക്കുക ചെയ്യുന്നത്. റീ ഇങ്ങനെ പഠിച്ചില്ലേ? അത് റീ ഗമ അങ്ങനെ പഠിച്ചില്ലേ? സാരിഗിരി നിസ. ഗ ഗ മാ 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 ഗ മരി ഗ. നെക്സ്റ്റ് രണ്ടാമത്തെ ലൈൻ മാ 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 ഗ മരി ഗ സദീതി നീതി. നീയിൽ വന്നു, തിരിച്ച് റീയിലോട്ട് തിരിച്ചു വന്നു. നെക്സ്റ്റ് പാമഗ. സോ ഇവിടെ പായാണ്. പായിൽ വെച്ചിട്ട് മായിൽ കൊണ്ടുവന്നു, തിരിച്ച് ഗായിലോട്ട് വരുന്നു. അപ്പം ഇവിടുന്നാണ് ഗമകം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ കൈ ഫിംഗർ ഇവിടോട്ട് വെച്ചുകൊണ്ട് തന്നെ
നീ നീ പ നീ പ മാ ഗ. ഓക്കെ, നീ രി പ മാ ഗ. നെക്സ്റ്റ് റിയിൽ നിന്ന് ഗായിലോട്ട്. ഗ ഗ ഗ രി ഗ ഗ. അപ്പോൾ ഈ 2 ലൈൻ ഒന്നുകൂടെ വായിക്കാം. ഓക്കെ, ഹൃദയം നീസ. ഇവിടെ വായിച്ച അതേ മെത്തേഡ് തന്നെ. ഗ രി ഗ ഗരി ഗ. യിൽ നിന്ന് പ പ മ. പ മ മ ഗ. ഈ 2 ഫിംഗറും കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. മകനേ പുറമേ കരയില്ലേതാളും. അപ്പോൾ രി രി ഗ മ ni sa ri ga ma ri sa. Ni sa ri pa ma ma ga ga. അപ്പോൾ സെക്കൻഡ് പോർഷൻ